ചേടാ, ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആ പെണ്ണ് മുഖത്ത് നോക്കി അയലാക്കുന്നു പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ്. എടാ, പെൺകുട്ടികൾ നമ്മുടെ തലേ കയറാൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വലിച്ച് താഴെ കിട്ടേക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ ഈ അയിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ, അയിലേക്ക് ഇഞ്ചിക്കറി, അയിലേക്ക് അവിയല്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ? എടാ, ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. അല്ലെങ്കിൽ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയിക്കളയും. പിന്നെ കിടന്ന് കണ്ടിട്ട് കാര്യമില്ല. അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കണു. ആ കുതിരകളോട് ഒന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ. നഴ്സറി പഠിക്കുമ്പോൾ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ വേഗം കല്യാണം കഴിക്കും. അച്ഛനും കൂടെ എണ്ണറ്റേ. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. ഇയാൾക്ക് എന്തിന്റെ കേടായത്? എടാ, അവക്ക് നിന്നെ ഇഷ്ടമാ. അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി. പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് കയറി. അവസാനം അവൾ ഐ ലൈക്ക് എന്നൊരു പറഞ്ഞു നോക്കി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെന്ന് വിളിച്ചു. അല്ല, ഇന്ന് ഓഫീസിലൊന്നും പോയില്ലേ? ഇല്ല, 2 ദിവസമായി ലീവ് എടുത്തിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നത് വരെ. വീടിന്റെ പകുതി വാടകയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ നിങ്ങളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ടാ. അതേതായാലും നന്നായി. വല്ല കള്ളനോ തണ്ടിക്കോ കൊടുത്തിരുന്നെങ്കിൽ സമയത്തിന് വാടകയും കിട്ടത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തുമില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. നല്ല വൃത്തിയും വെടിപ്പുമുള്ള കൂട്ടത്തിലാ മിടുക്കൻ. ഒരു ഗസ്റ്റ് ഉണ്ട്, വേഗം ഒരു ചായ എടുക്കണോ? പോനാണ് അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ. ആരാണ് ഇവിടെ വലിയ ഗസ്റ്റ്? അവരോട് പോവാൻ പറ. ഇതാണോ ഇവിടുത്തെ കുക്ക്? റോക്കി. റൊട്ടിയോ? റൊട്ടിയല്ല, റോക്കി എന്റെ ഓഫീസറാണ്. എക്സർസൈസ് ചെയ്യുക. ഇത് വീട്ടുടമസ്ഥ കേശവള്ള ചേട്ടൻ. സോറി. ചേട്ടനൊരു കൂൾ ഡ്രിങ്ക്സ് വെച്ചോടാ. ഏയ്, ഒന്നും വേണ്ട. എല്ലാവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്റെ വാടകക്കാരെ എന്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാ ഞാൻ കാണുന്നത്. ശരി, വരട്ടെ. സോറി സാർ. നല്ല വാച്ച് അടിച്ചു മാറ്റട്ടാ. ഇപ്പൊ വേണ്ട. ഇനി നമ്മുടെ ഭാവി പരിപാടികൾ എന്താ? ഭാവി പരിപാടികൾ ഞാൻ പറയാം. ഇത് പുഴുങ്ങുക, ഇഡ്ഡലിയാക്കുക, സാമ്പാർ ഊട്ടി വിഴുങ്ങുക. ഈ അഡ്രസ്സിൽ 5 രൂപ കൊടുത്ത് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. പിന്നീട് ഐഡിയ ഒക്കെ മണി പോലെ വന്നോളും. പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഒരു 500 പേർക്കുള്ള സദ്യ ഒരുക്കണം. നിന്റെ ഉമ്മാന്റെ നിക്കായിന? തമാശ അല്ല, ഇത് സീരിയസാ. ഒരു കല്യാണത്തിന്റെ പ്രശ്ന. എന്ത് പ്രശ്നം? നേരത്തെ ഏറ്റിരുന്ന വെപ്പുകാര് കാലു മാറി. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? നമുക്ക് പലതും ചെയ്യാനുണ്ട്. എങ്ങടെ പോട്ടത് ഇങ്ങോട്ട് പോകട്ടെ. ഭാഗ്യം കണ്ടില്ല. പോ. അങ്ങോട്ട് ആവശ്യമില്ല, വിശക്കുകയും ചെയ്തു. ചേട്ടോ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരോ? ഊട്ടിയിൽ വന്നിട്ട് മലയാളത്തിൽ ചോദിക്കണം, തമിഴിൽ ചോദിക്കടാ. ചേട്ടാ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നെ. കേണൽ പണിക്കർ. അയാളുടെ വേലക്കാരൻ കിട്ടുണ്ണി ആ ലോട്ടറി കട നിൽപ്പുണ്ടല്ലോ. അയ്യോ, മലയാളിയായിരുന്നു, വെറുതെ തമിഴിൽ ചോദിച്ചു. വേലക്കാരൻ കിട്ടുണ്ണി. ഭൂട്ടാനുണ്ട ഭൂട്ടാൻ തീർന്നല്ലോ. ചിറാപുഞ്ചി ഉണ്ടാ? ചിറാപുഞ്ചി എന്നാ തന്റെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ട് കിട്ടുണ്ണി കിട്ടണ കാശ് മുഴുക്ക ലോട്ടറി എടുത്ത് തീർക്കുകയല്ലേ. ഒരിക്കലും തൊട്ട് അടിക്കുകയില്ല, ശമ്പളം മുഴുക്ക തീരുകയും ചെയ്യും. അതെന്റെ ശമ്പളല്ലേ, തന്റെ കുടുംബസ്വത്തൊന്നല്ല ഞാൻ ചെലവാക്കണത്. താ കയറത്തിന് ഒരു സിക്കിമും ഒരു ഗോവയും ഒരു നാഗാലാൻഡും പോരട്ടെ. ഈ മരത്തലയും പറയണത് ഞാനെതിരെ കേൾക്കണേ. ഇത് 5000 രൂപയുണ്ട്. ഗൾഫിൽ വരുമ്പോ കൊടുക്കണം. എവിടെ ഇത്രയും കാശ്? കേണലിന്റെ വീട്ടിൽ നിന്ന് കട്ടതാ? കേണലിന്റെ കാലിന്റെ ഇടേന്ന് ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ച പിശാച്ച് ചത്തുപോലോ.
നേരത്തെ തന്ന 15,000 ചേർത്ത് ഇപ്പൊ 20,000 ആയി. ബാക്കി അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്നെ എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് കര കയറ്റാൻ ആ ഗഫൂറിനോട് പറയണം. ആ കേണൽ നാറിയുടെ തെറി കേട്ട് ഞാൻ മടുക്കും. ഗൾഫിൽ ചെന്ന അറബിയുടെ തെറിയോട് കേക്കണ്ടേ? അറബി തെറി പറയണത് മലയാളത്തിലല്ലല്ലോ, അറബിയിലല്ലേ? അറബി എനിക്കറിയില്ലല്ലോ. ഇനിയിപ്പൊ മനസ്സിലായാലും കുഴപ്പമില്ല, ശമ്പളം കൂടുതലില്ലേ? ഒന്നും നടക്കാൻ പോണില്ല. നീ കൊറേ നേരായി അതെ, ആരാ ഈ കിട്ടുണ്ണി? കിട്ടുണ്ണി ഞാൻ എന്താ വേണ? ഇവന്മാരെന്തിനാ എന്നെ അന്വേഷിക്കണതാവോ? എന്റെ ചിറാപുഞ്ചി എവിടെയാണാവോ? ഗോവ, സിക്കിം, നാഗാലാൻഡ്. ഹേയ്, എന്റെ ചിറാപുഞ്ചി എവിടെ? എന്റെ ദൈവമേ, മോളെ അത് ഇങ്ങോട്ട് താന്നേ കൊല്ലി ഞാൻ. ഇങ്ങോട്ട് തടി, നീ പൊടി പൊടി കാക്ക തളിച്ച്. ഇന്ന് നിന്നെ ശരിയാക്കി തരടി. ഡേ ഇങ്ങോട്ട് തടി, ഇങ്ങോട്ട് തരാൻ. അവിടെ നിക്കാനാ പറഞ്ഞേ, അവിടെ നിൽക്കടി. മര്യാദക്ക് പറഞ്ഞാ ഈ പെണ്ണ് കേക്കില്ലല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരടി. മോളെ അത് കീറല്ലേ, അത് കീറല്ലേ. എന്ന് ഇതിനെന്ന് ഞാൻ ചവിട്ടി കൂട്ടും. ഇതിനെ കൊന്ന് ജയിലിൽ പോയാലും വേണ്ടില്ല. എന്തിനാ ദൈവമേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേ? ഒരു ചിറാപുഞ്ചി മിസ്സായടാ. ഇനി നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ഞാൻ കണ്ടതല്ലേ? ഇന്നലെ നമ്മൾ അവന്മാരെ എറണാകുളത്ത് വെച്ച് കണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ ഊട്ടിയിൽ വരും? എടാ ഇന്നലെ നമ്മൾ എറണാകുളത്തായിരുന്നില്ലേ, ഇന്ന് ഊട്ടിയിലല്ലേ? അത് ശരിയാ. ചിലപ്പോ അവന്മാര് നമ്മുടെ കണക്ക് തീർക്കാൻ, അല്ലാതെ നമുക്ക് തരാനുള്ള കാശിന്റെ കണക്ക് തീർക്കാൻ വന്നതാണെങ്കിലോ? പാവങ്ങള് അഡ്രസ് അറിയാതെ കിടന്ന് കറങ്ങുന്നുണ്ടാവും. ഒന്നുകൂടി നോക്കിയാലോ? നീ തൽക്കാലം അത് വിട്. ആദ്യം ആ ക്യാപ്റ്റന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് 5 ലക്ഷം മേടിക്കാം. അതിനുശേഷം മതി മോനെ ഈ 1 ലക്ഷം. 5 1 6 നമ്മൾ ലക്ഷപ്രഭുക്കളായി. അയ്യോ കുട്ടി എവിടെ? അയ്യോ പറയും പോലെ കുട്ടി എവിടെ? കുട്ടി എങ്ങനെ മിസ്സായ പന്നി അവിടെ? ദൈവമേ, 5 ലക്ഷത്തിന്റെ മുതലാ. ഈ കുട്ടി എങ്ങനെ മിസ്സായിരുന്നെങ്കിൽ നിന്റെ അണ്ണാക്കി കെറ്റാൻ കാസേറിട്ട. ഞാനല്ല ഇതിനോട് വെച്ചത്. മോൾ ഇനി വെച്ചെടുത്ത് തന്നെ ഇരിക്കണോട്ടാ. എന്തോ സ്വകാര്യം പറയണോ? എന്താ പറഞ്ഞത്? പോടാ തെണ്ടീന്ന്. അപ്പൊ കൊച്ചിന് ആളെ കണ്ട തിരിച്ചറിയാം. ഭയങ്കര അടി. ആ വേലക്കാരൻ കിട്ടുണ്ണി ആ കുട്ടീനെ തല്ലിന് പകരം ചോദിക്കാൻ വരികയാണോ? ബാലാജി, ബാലാജി, ബാലു പൊന്നപ്പ, ബാലാജി. മോള് വെച്ചെടുത്ത് തന്നെ ഇരിക്കണോട്ടാ. എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്? ഇവിടെ ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിസിനസ്സും അല്പം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഇങ്ങനെ. അപ്പൊ നീ കമ്പ്യൂട്ടർ വലിയ കൊണോട്ടറായിട്ട്. അതൊക്കെ പോട്ടെ, നിങ്ങളെന്ത് ഇവിടെ? വരുവച്ച 100 ആയിസ നിങ്ങൾ സന്ധിക്കുമ്പെത്തുന്ന് ഞാൻ ഇപ്പൊ ജ്യോതിയോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, നാരനേട്ട ഫോട്ടോ എടുക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വേറെ ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്യില്ലായിരുന്നല്ലോ. കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ എടുത്താ കിട്ടുന്ന ക്യാമറ അല്ല ഇത്. പിന്നെന്തിനാ അത് കൊണ്ടു നടക്കണേ? ഇതൊരു 30-35 വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്താലേ പതിയൂ. ആരാ ഇത് പവിയാ. ചവിയോ? ഓ, പ്രായത്തിരി കൂടുതലാണെങ്കിൽ ആളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? എന്താ? ഒന്നുമില്ല. ഒന്ന് മാറിയെന്ന് ഞാൻ ശരിയാക്കി തരാം. ഒന്നുമില്ല. വരുവച്ച മതിയാ. ഇത് ജ്യോതിയുടെ അച്ഛനും അമ്മയും. അമ്മാവന് മനസ്സിലായോ ഇതാരൊക്കെയാന്ന്? കൊള്ളാം, നിങ്ങളെ പറ്റി പറയാനേ കുട്ടികൾക്ക് എപ്പോഴും നേരമുള്ളൂ. എന്തായാലും സന്തോഷായി. നേരത്തെ തന്നെ നിങ്ങൾ എത്തിയല്ലോ. ഇനിയിപ്പോ എന്താ വേണ്ടേ? വെള്ളം കോരിയേ, വിറവ് വെട്ടി. അയ്യോ ഒന്നും വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളല്ലേ. മാളികപ്പുരയില് നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്ക് കളഞ്ഞേക്കും. അടിപിടി കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ല സർ, ഇത് ഇയാള് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പ് പൊട്ടി വീണു, അങ്ങനെയാണ്. ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെയും നഖം കൊണ്ടതിന്റെ ഒക്കെ പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്കുക മാന്തൊക്കെ ചെയ്തതാണ്. അതിന്റെ പാടാ. എന്താ പേര്? പേര് രാഘവൻ നമ്പ്യാർ. വയസ്സ്? വയസ്സ് 40. അയ്യോ, ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം.
ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ല ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ, വലിയ ത്യാഗികള്. എടോ, ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്. താൻ അത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാർ എന്റെ മുറി കയറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും. ആ, ആ, ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തൊരു മറ്റുള്ളവന്റെ കീശ തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? എടോ, മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ, അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കൊറേ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ. വിശന്നിട്ട് ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി. എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. തന്റെ വീട് എവിടെയാ? വീട് കുറെ ദൂരെയാ. അവിടെ രക്ഷയൊന്നുമില്ല. അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മേനെ പുകച്ചു പുറത്തി അടിച്ചു. ആ, അച്ഛന്റെ 2-3 പിള്ളേരെ പറ്റ സ്ത്രീയാണെന്ന് കരുതി ഞാനും മിണ്ടാതെ പോന്നു. തനിക്ക് തന്തേന്നുള്ളൊന്നുമില്ലേ? ഞങ്ങള് കുടുംബസമേതം ബർമയിലായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായക്കട നടത്തുമായിരുന്നേ. ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടോ? ചായക്കട നടത്താൻ പോയതല്ല, പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞ് അവസാനം ചായക്കട ആയതാണ്. അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ പന്തം കൊളുത്തിപ്പട. മേജിക്ക് തുടങ്ങിയപ്പോ ബർമയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വാല എന്നാക്കി. ഞാൻ ഒരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? ബാബു. ഓ, ബണ്ണ ഇനിയും വേണം. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ. അത് വല്ല കോഴി ഇറച്ചിയോ ആട്ടിറച്ചിയോ? പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ. ഈ പിണ്ണാക്ക് താൻ തന്നെ തിന്നോ. എടാ, ഇത് വെറും ഒരു കുപ്പിറമല്ല. പിന്നെ ഇതിനുള്ളിൽ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോകാൻ ശക്തിയുള്ള ഒരൊറ്റമൂലി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇത് നീ അവനെ കൊണ്ട് കുടിപ്പിച്ചാൽ ഒരു വെടിക്ക് 2 പക്ഷി. ചെവിയുടെ ഡയഫ്രം അടിച്ചു പോവുകയും ചെയ്യും. അവൻ കുടിയനാണെന്ന് ഇവിടെയുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. അല്ലച്ചാ, ഈ കല്യാണത്തിന് പിന്മാറാൻ പറ്റും വിധം അവന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അവയവത്തെ നമുക്ക് തർക്കാൻ പറ്റുമോ? അതൊക്കെ വൃത്തികേടല്ലേ. എന്നാ, ചെവിയും ഒരു പ്രധാനപ്പെട്ട അവയവം തന്നെയാണ്. ആ ചെവി കൊണ്ടാണ് അവൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നതും എല്ലാം റിവേഴ്സ് അടിച്ചു പോകുന്നതും. തന്നെയുമല്ല, ഒരു പൊട്ടനെ കെട്ടാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. ദാമ്പത്യം പ്രശ്നമാകും. വെള്ളമടിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ ആവുമ്പോ ഒരു മറയുമില്ല, എല്ലാവർക്കും കാണാം. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മദ്യം. ഓ, സോഡ അതിപ്പം റെഡിയാക്കി. ഞാൻ കുടിക്കും. എനിക്ക് ഇഷ്ടമുള്ള കുടിക്കും. എന്നെ തടയാൻ ഒരു പുല്ലിന് കഴിയില്ല. മനസ്സിലായടാ?
എടാ ജോജി, നീ ഒരു നടനും കൂടെ ആണല്ലോ. ആ ഇത് മതി. ഇന്നവന്റെ ചെവി വെട്ടി തീരും. ചെഞ്ചിനൊരു ഇടിപ്പുണ്ടല്ലോ. ഞാൻ കേട്ടില്ല സാറേ. ഞാൻ കേട്ടു. ഓ, ഈ സാറിന്റെ ഒരു കാര്യം, സാർ ഈ ചെവിക്ക് കണ്ണ് കിട്ടാൻ നോക്കണോട്ടോ. എന്നെ അധികം പോഴത്തെ വഷളാക്കരുത്. എന്താടോ തീരെ പ്രതീക്ഷിക്കാതെ ഒരു വരവ്? ഞാനൊരു കള്ളനെ പിടിക്കാൻ വന്ന. ഇവിടെയോ? ഈ പ്രദേശത്തൊക്കെ ആളെ കിട്ടിയില്ല. എന്നാ പിന്നെ തിരിച്ചു പോണ വഴി പപ്പേട്ടനൊന്ന് കാണാൻ കരുതി. നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? പപ്പേട്ടന് ഐജിയോടും സംസാരിക്കണം. ഞാൻ സംസാരിക്കാം. ഇരിക്കേ. ഐജിയായിരിക്കും. എന്റെ ബെസ്റ്റ് ടൈമാണ് കേട്ടാ. എന്താ തിരുമേനി? ഒന്നുമില്ല. ആനന്ദിന്റെ അച്ഛനാ. നിങ്ങൾ സംസാരിച്ചിരിക്കും. പിന്നെ വരൂ. ആനന്ദൻ നമ്പൂരിയാണല്ലോ. അപ്പൊ ആനന്ദിന്റെ അച്ഛനും നമ്പൂരി ആവണല്ലോ. അപ്പൊ ഇത് പൂനൂലാവണതല്ലേ നല്ലത്? എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എവിടെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല. അത് തന്നെയാണല്ലോ അതിന്റെ പ്രശ്നം. എവിടെ ഒരു ശബ്ദം കേട്ടല്ലോ. എവിടുന്ന കേട്ടേന്ന് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല. അത് തന്നെയാണല്ലോ അതിന്റെ പ്രശ്നം. പക്ഷെ എന്താണെന്ന് എനിക്കറിയാം. ഒരു സോഡ പൊട്ടിച്ച ശബ്ദം. അത് അടുക്കളയിൽ സ്ത്രീകൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി തമ്മിൽ സോഡ പൊട്ടിക്കുക. സ്ത്രീകളെ പൊട്ടിച്ച ഇത്ര ഫോഴ്സ് ഉണ്ടാവില്ല. ഇത് വെള്ളപൊടി സെറ്റപ്പ് തന്നെ. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഒഴിച്ചാൽ എന്റെ കൈ വിറയ്ക്കും. ഡ്യൂപ്ലിയാണോടെ? ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. അതല്ലേ പെട്ടെന്ന് തുറന്ന ജോലിയെ 2 ഡബിൾ എന്തോ നടയത്? റോയൽ ചന്ദ്ര. നീ പരസ്യമായി വെള്ളമൊടിച്ച് ഹീറോളിക്ക. ഒന്ന് പോ സാറേ, ഏതെങ്കിലും ഹീറോ വെള്ളം അടിച്ച് കളിക്കോ? അപ്പൊ നീയാണ് ഇവനെ കൂട്ട്. ഈ തറവാട് ഏതാണെന്ന് നിനക്കറിയോടാ? മരുന്നിന് ചേർക്കാൻ മദ്യം പേടിച്ചിട്ട് വന്നപ്പോ അത് കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന മുത്തച്ഛൻ ജീവിച്ചിരുന്ന തറവാടാണിത്. ഇനി ഒരു ഹാർട്ട് അറ്റാക്ക് ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ പോടാ സാർ, ഇരി നമുക്ക് അടിക്കാം. അടിയാ? മതിയാ? പോടാ. എല്ലാം പോയി. വേസ്റ്റ് ആക്കണ്ട. ഒറിജിനൽ അല്ലേ? സാരില്ല, വെറുതെ കിട്ടിയല്ലേ. മുഴുവൻ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ എന്താ വേണ? ഇല്ലത്തെ അങ്ങനെ ഒരു പതിവില്ല. നിർബന്ധിക്കാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല. അല്ല, നിർബന്ധിക്കണം എനിക്ക് നിർബന്ധമില്ല. ദൈവത്തിന്റെ നിശ്ചയം മാറ്റാൻ പറ്റുമോ? തനിക്ക് ഇതിന്റെ ബാക്കി ദൈവം കുറിച്ചിട്ടുണ്ടാവും. ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. എന്റെ ചെവിന്നും പോയി 2 എണ്ണം, ഒരു ജോഡി. ഇനി യാത്ര പറയാൻ നിൽക്കുന്നില്ല. പപ്പേട്ടിന് മണോടിച്ച കുഴപ്പം. ഒന്നും മണോണ്ടെന്ന് നോക്കി. മണല്ല. എന്റെ നോക്കി. ഇല്ല. ഈ ചെവിന്നൊരു കിളി പറന്നു പോയിട്ട് എവിടെ ഇരിക്കണാവോ? ഡൈഫ്ലോ അടിച്ചു പോയി. ഇവന്റെ 2 ഡൈഫ്ലോ അടിച്ചു പോയി. എടാ ചെറ്റ്, പന്ന പരട്ടെ, എടാ പൊട്ടം പട്ടി, എടാ തെണ്ടി, നിന്നെ തന്നെടാ. നീ ആരാന്നടാ പുല്ലേ നിന്റെ വിചാരം? പ്രേമിക്കാൻ നീ ആരാടാ? പ്രേം നസീറോ അതോ പ്രേം പൂജാരിയോ? എടാ എന്റെ പെണ്ണിനെ എങ്ങനെ അടിച്ചോണ്ട് പോകാൻ നോക്കണ്ടല്ലോ. അടിച്ച് നിന്റെ കരണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എടാ പട്ടി. തൽക്കാലം ഇത്രയും മതി. ബാക്കി 3 ഞാൻ നിന്നെ ഇടക്കിടക്ക് വിളിച്ചോളാം. പൊട്ടാടാ ബധിര. നിനക്ക് ഒരു ചെവിയുണ്ടെങ്കിൽ പൊട്ട. എന്താടാ പൊട്ട? എന്താടാ എന്താടാ നീ എന്താടാ വിളിച്ച? പറഞ്ഞത് മുഴുവൻ കേട്ടാ? പിന്നെ ഞാനെന്ത് പൊട്ടനാണെന്ന് വിചാരിച്ചോ? അച്ഛാ, എവിടെ? അവിടെയല്ല, ഇവിടെ. അവന്റെ അല്ല, എന്റെ ചെവിയുടെ. അവന്റെ അടി കൊണ്ടിട്ട് അവനൊരു ചുക്ക് സംഭവിച്ചില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പിന്നെ ആരുടെ ഡയഫ്രം ആയിരിക്കും അടിച്ചു പോയി?
എന്താ പറ്റി? സാർ ഫോൺ സാർ ഫോൺ എന്താണ് സാർ ഫോൺ ബെല്ലടിച്ചു. തന്റെ പൊട്ട കളിക്കേ ഫോൺ കേടാൻ ഇന്നലെ പറഞ്ഞില്ലേ? താൻ കംപ്ലൈന്റ് ചെയ്തോ? സാർ ഫോൺ. ഹലോ, SI സുദർശൻ സ്പീക്കിംഗ്. ചിതലെ പോലീസ് സ്റ്റേഷനല്ലേ? IG സംസാരിക്കുന്നത്. ഇതെന്താ പലചരക്കടയെന്ന് വിചാരിച്ചോ? എടോ തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം പറയാനാ. വാതുറന്ന് സംസാരിക്കാൻ തെണ്ടി. നോൺസെൻസ്. ഫോൺ താഴെ വെക്കണ പട്ടി. രാവിലെ മൂടൗട്ടാക്കാൻ വേണ്ടി ഫോൺ വിളിക്കാൻ വേണ്ടിയിരിക്ക. ആരാണ് ഫോൺ എടുത്ത് കളിക്കുന്നത്? ഇയാളുടെ ചെവി പോയെന്നാ തോന്നണേ. ഹലോ, ടെസ്റ്റിംഗ്, ചെവി ടെസ്റ്റിംഗ്. എന്തായിരുന്നു ഇയാളുടെ ഒരു ചെവി? ഡോ ഡോ പൊട്ടാ, ഡോ പൊട്ടാ, തന്റെ ചെവി പൊട്ടി. ഡോ എടാ പൊട്ടാ ഫോൺ. ഡാ. ഹലോ സർ. ശരി സർ, ശരി പറയാം സർ. പച്ചാളം, പാലാരിവട്ടം. സർ സർ, ഞാൻ ലോകം ചുറ്റിക്കട്ടോണ്ടിരിക്കണ കണ്ടില്ലേ? ഇനിയിപ്പോ എവിടെ വേണമെങ്കിലും ചുറ്റാം. തന്റെ പണി പോയി. അതെ, IG വിളിച്ചത്. തന്റെ പണി പോയിന്ന്. ഡാ, നീ അടുത്ത ചാർജ് ഇവിടെ എനിക്കാ, സൂക്ഷിച്ചോ നീ. ഇന്ത്യ പിന്നെ വരുന്നത്. ഇന്ത്യ 2 എണ്ണം ഉണ്ടാ. ഇന്ത്യ പിന്നെയും എടോ, ഇന്തോനേഷ്യ. അതെ എന്താണ് ഐജിയെ തെറി വിളിച്ച തന്റെ പണി പോയി. ഹലോ, ഞാൻ അറിയാതെ സാറേ. ഹലോ ഹലോ, സീമ അങ്ങനെ പലതും പറയും കേട്ടോ. നീ റെഡ് ഡെലിവറി ചെയ്താൽ മതി. ഇതാണ് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. ഭാര്യമാർക്ക് വിവരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് മേധാവികളാവണം. പിന്നെ വെള്ളിയാഴ്ചക്ക് മുമ്പ് കാറ് കിട്ടണം. നടക്കില്ല മോനെ. നടക്കണം മോനെ. ഈ കാർ എടുത്തു കൊടുക്കുന്നത് തന്നെ ഫ്രൈഡേ പാർട്ടിക്ക് ഞാൻ ലേറ്റ് ആവാതിരിക്കാണ്. ഓക്കെ, വി വിൽ ട്രൈ. ഏതൊരു വിദ്യാസുരം വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആലപ്പുഴയ്ക്ക് പോകുമ്പോ ബസ് വെച്ച് പരിചയപ്പെട്ടതാ. ബസ്സിലോ? നിന്റെ കാറിന് എന്ത് പറ്റി? സിറ്റി ഡ്രൈവിന് മാത്രമേ ഞാൻ കാർ എടുക്കൂ. 25 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ നല്ല ഉഗ്രൻ ലക്ഷറി ബസ്സില്ലേ. ഡ്രൈവിങ്ങിന്റെ ടെൻഷൻ ഇല്ല. പിന്നെ ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് ട്രാവലിംഗ് ടൈം നമുക്ക് വളരെ യൂസ്ഫുൾ ആയി ഉപയോഗിക്കാനും പറ്റും. ആലപ്പുഴയിൽ എന്തായിരുന്നു പരിപാടി? ഫൈൻ ആർട്സ് ഹാളിൽ അച്ഛന്റെ ഒരു കഥകളി ഉണ്ടായിരുന്നു. വിശ്വന്റെ അച്ഛൻ കഥകളി ആർട്ടിസ്റ്റ് ആണോ? ആ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അഭ്യസിച്ചാ. പെൻഷൻ പറ്റിയപ്പോ എല്ലാം ഒന്ന് പൊടി തൊട്ടിയെടുത്തു. നമ്മുടെ ക്ലബിലെ ഫ്രൈഡേ പാർട്ടിക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചാലോ? നിന്റെ ആ ഫൂൾസ് പാർട്ടിയിലൊക്കെ എന്റെ അച്ഛൻ വരണം അല്ലേ? എടാ, സ്വന്തം അച്ഛന്റെ താടിയെ പിടിച്ചുള്ള തമാശ എനിക്കത്ര വശമില്ല. നിന്റെ അച്ഛൻ റിട്ടയർഡ് DIG മാധവ മേനോൻ ചുമ്മാ വീട്ടിലിരിക്കല്ലേ, പോയി വിളിക്കേ. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റാഗിംഗ് ഒന്നും അല്ല ഞങ്ങളുടെ പാർട്ടി. ഓ പിന്നെ എനിക്കറിഞ്ഞൂടെ? എടാ, എന്റെ അച്ഛൻ വന്ന അങ്ങേരുടെ കഥകളി വേഷത്തിൽ ആരെങ്കിലും കുറച്ച് ഉറുമ്പരെ കൊണ്ടിടും. അവസാനം ദേഹം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ട് ദാ ഇങ്ങനെയായിരിക്കും കഥകളി. മാർക്കേ കിടക്കുന്ന മർക്കടനോട് ഇപ്രകാരം ചൊല്ലി മർക്കടാ. ആ, നിന്റെ പാർട്ടിക്ക് പറ്റിയത് ഇയാള് തന്നെ. CR കൃഷ്ണനുണ്ണി. എന്തായി? എല്ലാം ശരിയായിടാ. ഞാൻ മായ കണ്ടു. അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം. ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കണം. എന്താ നീ വേഗം പോയി വണ്ടി അറിയിച്ചി. പിന്നെ എന്റെ 2-3 ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ, ഒന്നും വേഗം പോടാ. അല്ല, രാജാവെന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെ ഇരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ, എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാടാ. മനജേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ. ബാഗ്? അതെന്താണ് ബാഗ്? നിനക്ക് ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണലുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴാവട്ടെ വിചാരിച്ചു.
നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100-ന്റെ 200-ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാ അസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ ഉണ്ടേ? 2 ദിവസം കഴിയുമ്പോൾ ആള് വരും മാങ്ങ പറിക്കാൻ. മറ്റേ പടാ. പോടാ അവിടുന്ന്. ഞാൻ വള്ളിക്കൊണ്ട് പോടാ. ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. എന്റെ മുടിക്ക് വന്ന് എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചേഴുവളവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും, ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല. മുഴക്കോലെ അവിടെ നിക്കടാ. മുഴക്കോലെ രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മോന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എന്ത് ആശാരിയടാ. വെറുതെ അല്ല അലൂമിനിയ കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. ഡാ, കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ പടി പുറത്തേക്ക് പോവും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ. അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ചാ പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും, അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്, ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ടേ? ആശാരി എന്താ പറയട്ടോ. എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെയും കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയതമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്ക? മോനെ, അങ്ങനെ അടിക്കരുത്. ഒട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ.
അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ഒക്കെ ശരിയാവും. നീ പണിതോ, മാ പിടി. ആ കണക്ക് നിനക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി മുഴക്കോല്. ഇത് കണ്ടാമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു പൊട്ടൻ തെറി വിളിക്കും. ഏത് തമ്പുരാട്ടി ഏലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടി ഒന്നും അല്ല, അത് ഇവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്തിയാന്ന്. അതെയോ? എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. എന്താ ചേട്ടാ പതിവില്ലാതെ? ഒരു സീക്രട്ട് കാര്യം പറയാൻ വന്നതാ. ഓഫീസിൽ വെച്ച് പറഞ്ഞാൽ ചിലപ്പോ ചീറ്റും. മൊത്തം ചാരന്മാരാ അവിടെ. എന്താ സീക്രട്ട് പറ. വൈറ്റ്ലിയും മായയും കൂടി ചെയ്ത ആ ചേരി പ്രോഗ്രാം കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഐഡിയ ആണ്. അതിനേക്കാൾ സെൻസേഷനായ ഒരു പ്രോഗ്രാം. മായ ഞെട്ടും, വൈറ്റ്ല പൊട്ടും. ആ പ്രോഗ്രാം വന്നതോടെ ഇനി എന്റെ ജോലി ഗോപിയാവുന്ന തോന്നുന്നു. ഇല്ല മോനെ, നിന്റെ ജോലി ഇതോടുകൂടി ഉറപ്പാ. ചേട്ടൻ പ്രോഗ്രാം എന്താണെന്ന് പറ. ഡ്രഗ്സ്. ഡ്രഗ്സോ? അതെ, കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും കുറിച്ചൊരു ഉഗ്രൻ സാധനം. ഇതിനെ പറ്റിയൊക്കെ എത്ര പ്രോഗ്രാംസ് വന്നിട്ടുള്ളതാണ്? ഞാൻ അത്ര മണ്ടനാണെന്ന് നീ കരുതിയോ? ഇല്ലില്ല. അന്നത്തെ ആ പോലീസ് സ്റ്റേഷൻ പ്രോഗ്രാം നമ്മൾ കവർ ചെയ്തോടെ എനിക്ക് ചേട്ടനെ പറ്റി നല്ല മതിപ്പാ. തമാശകള. ഇതൊരു യൂഷ്വൽ പ്രോഗ്രാം അല്ല. ഈ സിറ്റിയിലെ മയക്കുമരുന്ന് താവളത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമം. അവരറിയാതെ അവരെ പിന്തുടരുക. ഒരു ഹാൻഡിക്യാം ക്യാമറയിലൂടെ എല്ലാം പകർത്തുക. കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. നീ എന്റെ കൂടെ നിൽക്ക്, നമുക്കൊരു കലക്ക് കലക്കാം. ഓക്കേ ഓക്കേ ഓക്കേ. കഞ്ചാവിനെ കുറിച്ചുള്ള ഫീച്ചർ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. സജിയ പെട്ടിക്കട കണ്ടോ? കണ്ടു. കഞ്ചാവിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇത്തരം കടകളാണ്. ഇവിടെ സ്വാമി എന്ന പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത്. നമ്മുടെ അന്വേഷണം ഈ പെട്ടിക്കടയിൽ നിന്നും ആരംഭിക്കാം. വാ. വേണ്ട. അത് കഴിക്കും. വേണ്ട. അപ്പം എത്ര കാശായി? അപ്പൊ അല്ലല്ലോ, പഴല്ലേ തിന്നത്? ഓ, പഴം തിന്നതിന്റെ കാശ് എത്രയാണെന്നാ ചോദിച്ചേ? 16. ആരുടെ? പഴത്തിന്റെ. ആ, ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛന്റെ അന്ന്. ചേട്ടാ ലൈൻ മാറി പോവല്ലേ. അവന്റെ അച്ഛനെ പറയാതെ കഞ്ചാവിനെ കുറിച്ച് ചോദിക്ക്. അതിനാദ്യം ഞാൻ ഒന്നും അടുപ്പിക്കട്ടെ. ഈ കട മോന്റെ? അതിനെനിക്ക് മോനില്ലല്ലോ. അതെ, ഇത് വിളഞ്ഞു വിത്തോ? വിളയാൻ ഞാനെന്താ വെള്ളരിക്ക? അതെനിക്ക് ഇഷ്ടായി. നിന്റെ പേരെന്താ? ബാബു. ബാബുവിന് വീട്ടിലെന്താ വിളിക്ക? എടാ ബാബു. അപ്പോ ബാബു ആണോ ഈ കട നോക്കണേ? അല്ല, ഇവിടെ വരുന്നവരും വഴി കൂടെ പോകുന്നവരും ഒക്കെ നോക്കും. മതി ചെക്കനെ അടുപ്പിച്ചത്. ചോദിക്ക്, കഞ്ചാവ് എവിടാന്ന് ചോദിക്ക്. കഞ്ചാവല്ലടാ സ്വാമി. എന്നാൽ അത് സ്വാമി ഉണ്ടാ? ഉണ്ട്. എങ്ങനെയാ റേറ്റ്? അത് പല റേറ്റാ. ഒന്ന് കാണാൻ പറ്റോ? വണ്ടി ഉണ്ടാ? വണ്ടി ഉണ്ടോന്നാ? വണ്ടി ഇല്ലല്ലോ, വണ്ടി. വണ്ടി ഉണ്ട്. ചേച്ചി, ഈ കടയിൽ നോക്കിക്കോണം, ഞാനിപ്പോ വരാം. ബാബുവേ. എന്താടോ? ഒന്നുമില്ലടോ. ചെക്ക വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ല. ഇയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറ.
എനിക്ക് ഇയാളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ എന്നെ കല്യാണം കഴിക്കാൻ പോവാ? ചേട്ടാ അല്ല വണ്ടി എടുത്ത് നിർത്ത. ഒന്നില്ലെങ്കിൽ ഇയാളെ ഇറക്കി വിട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവും. എന്റെ മോനെ നീ ഒന്ന് ക്ഷമിക്ക്. എന്റെ മോനോ? അപ്പൊ എന്റെ അച്ഛനാരാ? അത് നിന്റെ അമ്മയോട് പോയി ചോദിക്കണ കുട്ടിപ്പിശാശിനെ. വണ്ടി വിട്. ആ നിർത്ത് നിർത്ത്. എത്തിയാ? എത്തി. ദാ ആ കാണുന്ന വീടില്ലേ, അവിടെ സ്വാമി ഉണ്ടാ? അതെന്റെ വീടാ. അപ്പൊ സ്വാമി എവിടെ? ഒന്ന് വന്നേ. ആ, അതെ എന്റെ കടയില്ലേ, ഉവ്വ്. അതിന്റെ തൊട്ടടുത്ത സ്വാമിയുള്ളത്. ഡാ. അണ്ണന്മാരെ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. ഉണ്ണാൻ വരാൻ വേറൊരു വഴിയും കണ്ടില്ല. സോറി. ഞാനൂലിനെ അടുപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി? അവൻ 10 ഇവിടെ അടുത്ത് കൊത്തിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വണ്ടി തിരിക്കേ. ഒറിജിനൽ സ്വാമി കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം. വണ്ടി കയറ്. വീട് കണ്ടിട്ട് സാമിയുള്ള ലക്ഷണ ഇവിടുന്ന് ഉറപ്പായിട്ട് കിട്ടും. എന്നാ ഉറപ്പിച്ച് പറയാൻ വരട്ടെ, സ്വാമിയുടെ പേരിൽ ആ ചെക്കൻ എത്രയാ ചുറ്റിച്ചേ? അതൊക്കെ ഒരു നിമിത്ത. ഇനി ഇപ്പൊ സംഗതി കിട്ടിയ പോരെ? അത് മതി. പക്ഷെ ചെന്നങ്ങ് കേറിയ ഉടനെ അവരെടുത്ത് തരുമോ? വല്ല പോലീസുകാരാന്ന് വിചാരിച്ചാലോ? പിന്നെന്ത് ചെയ്യും? ചേട്ടനൊന്ന് അഭിനയിക്കണം. നീ ഒന്ന് തെളിച്ചു പറ. ചേട്ടാ, ഈ കഞ്ചാവിന് അടിമകളായിട്ടുള്ളവര് അത് കിട്ടാതെ വരുമ്പോ ഒരു പരവേശം വെപ്രാളവും ഒക്കെ കാണിക്കുന്നു കേട്ടിട്ടുണ്ട്. ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിൽ. ആ അവസ്ഥയിൽ ചേട്ടനെത്തണം അഭിനയത്തിലൂടെ. ഓ അത്രയല്ലേ ഉള്ളൂ. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എത്ര നാടകത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിച്ചെന്ന് നിനക്കറിയോ? തുറന്ന ഉടനെ തന്നെ ഭ്രാന്തനായിട്ട് അഭിനയിച്ചോണം കേട്ടാ. ആരാ? സ്വാമി. കേറിയിരിക്കൂ. അവരുടെ പുറത്ത് കയറി ഇരിക്കാനാ പറഞ്ഞത്. എന്താ? കഞ്ചാവിന്റെ ചെടിയാണോ ഒന്ന് നോക്കിയതാ. കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. കണ്ടിട്ട് ബാധ ഇളകിയ പോലെ ഇരിക്കുന്നു. ചൂരൽ തയ്യാറാക്കി വെച്ചോളൂ. ബാധയെ ഈ ദിവാകരൻ സ്വാമി തളച്ചോളാം. എന്തെത്ര താമസം? എടുക്കാൻ ഇത്തിരി സമയാകും. സമയമായി ഉറപ്പിച്ചേക്ക്. അഭിനയിച്ചോ? സ്വാമിയെ ആർക്കാ ഇപ്പൊ ആവശ്യം? എനിക്കാ. ഞങ്ങള് കൊറേ സ്ഥലത്ത് അന്വേഷിച്ചേ. അപ്പഴാ പറഞ്ഞത് സ്വാമി ഇവിടെ ഉണ്ടെന്ന്. കിട്ടിയിട്ടേ ഇവിടുന്ന് പോവൂ. ഓഹോ, അപ്പൊ തീരുമാനിച്ച് ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എങ്കിൽ ഒപ്പം പോന്നോളൂ. ആ എന്നാ അങ്ങനെയാണ് പോട്ടെ വണ്ടി. രണ്ടുപേരും അങ്ങോട്ട് നിന്നോളൂ. എവിടെ? അടുപ്പില? അല്ല, അവിടെ. ഓ ശ്രീഭദ്രേ സർവശക്തി സ്വരൂപിയേ സ്വാഹ. ഓം രക്താംബികേ സ്വാഹ. ഓം മഹാശക്തി സ്വരൂപിയേ സ്വാഹ. എന്തിനാ ചൂരിലെടുക്കണ? സാധനം ചിലപ്പോ ചൂരലിനകത്തായിരിക്കും വെച്ചിരിക്കുക. സീക്രട്ട് അല്ലേ? എന്തിനാ താമസിപ്പിക്കണേ? ഇങ്ങോട്ട് തന്നോളൂ. അല്ലേ? തരാം. രണ്ടുപേരും കണ്ണടച്ച് പരദൈവങ്ങളെ പ്രാർത്ഥിച്ചോളൂ. ഓ ഒഴിഞ്ഞു വയ്ക്കൂടെ? അങ്ങനെ എങ്ങനെയാ പോവാ? കിട്ടാനുള്ളത് കിട്ടിയിട്ട് ഞങ്ങള് പോവൂ. എന്നാ പിടിച്ചോ. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ചേർത്തി എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. ഓടിക്കളത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. ചേർത്തി അതോടെ വെച്ചേ. ചേർത്തി എടുത്തോണ്ട് പോ. എടി ഒമ്നേഴ്സേ, വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി നടത്താം? അതെ, അവരുടെ മുന്നിൽ ഇരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ശവോ? ഇത് ചിക്കൻ കറി അല്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം ശവം തന്നെയാ. അതെടി, കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടിയൊന്നും നിന്റെ ശവം തന്നെ ഞാൻ എന്നെ തിന്നല്ലേ? ചേർത്തി അതോടെ വെക്ക. ചേർത്തി എടുത്തോണ്ട് പോവാൻ. വെക്കാനാ പറഞ്ഞത്. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്തി വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ? അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ.
മട്ടനും കൂടി ആവായിരുന്നു. എടോ കിട്ടുണ്ണി, വെള്ളം ചൂടാക്കി കഴിഞ്ഞില്ലേ? ഞാനിപ്പൊ അങ്ങോട്ട് കൊണ്ടുവരാം. ഈ വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അയാളെ ഇതില് മുക്കി കാച്ചി വടിക്കണം. ഈ പന്നിയുടെ ഒക്കെ രോമം കളയില്ലേ ചന്തയില്, ആ മെത്തേഡ് ഈ മെത്തേഡ്. കിട്ടുന്നേട്ടോയ് അയ്യോ, ഞാനിപ്പൊ പറഞ്ഞത് എന്തെങ്കിലും മോള് കേട്ടോ? എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞാലല്ലേ കേക്കൂ. മോള് എന്തിനാ വിളിച്ചേ? ചിറാപ്പുഞ്ചിയുടെ ഫലം വന്നിട്ടുണ്ട് പേപ്പറിൽ. ചിറാപ്പുഞ്ചിയ? ഗോവ, സിക്കിം, നാഗാലാൻഡ്, കാമധേനു. ആ ചിറാപ്പുഞ്ചി കിട്ടി. മോള് വായിക്കി. 10 ലക്ഷം അവന്റെ അമ്മയുടെ മാരുതി കാറ്. മോള് വായിക്കി. DD 4 9 9 1 ഒരു മിനിറ്റ് ഇട്ട. ഇതുപോലെയാണ് മറ്റേ പെൺകുട്ടി എന്നെ പറ്റിച്ചത്. വായിച്ചത് 7 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. ഇതുവരെ വളരെ ശരിയാ. ബാക്കി വായിക്കി. 4 ശരിയാ. എല്ലാം ശരിയാ. ദേ ഇങ്ങോട്ട് നോക്കി. ഇനി ഞാൻ ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഇങ്ങനെ എന്നിട്ട് 10 ലക്ഷം മാരുതി കാറും കത്തണ കത്ത് കണ്ട. പണ്ടെന്ന് ജഡ്ജിയാമാന്റെ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിച്ചത് ഇതുപോലൊരു കുട്ടിപ്പിച്ചാച്ച. ഇനി അത് നടക്കില്ല മോളെ. കിട്ടുണ്ണിക്ക് ഇത്തിരി ബുദ്ധി വെച്ചു. ഇവിടുന്ന് എന്റെ പണി കളയണമെന്ന് മോൾക്ക് എന്താ നിർബന്ധം? ഈ കുട്ടിയുടെ ഒരു കാര്യം എന്റെ ഈശ്വര. DD 4 9 1 7 4 അടിച്ചു മോളെ. അയ്യോ കിട്ടുന്നേട്ടാ! കിട്ടുന്നേട്ടാ, ഭഗവാനെ തട്ടിപ്പോയോ? വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് നീ മഫ്ലർ കിട്ടി ഇവിടെ ഇരിക്കാ. എടോ കിട്ടുണ്ണി, എന്തേ വെള്ളം ചൂടാക്കിയോ? 10 ലക്ഷവും ഒരു മാരുതിക്കാറും കത്തിച്ചിട്ടാ ഇയാൾക്ക് ഒരു കലം വെള്ളം ഒടുക്കത്തെ കുളിക്ക് ഞാൻ ചൂടാക്കിയത്. അതറിയോ? അടിച്ചു. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഇനിയും അടിക്കും. ഇനിയും അടിക്കോ? ആരാ ബെല്ലടിച്ചെന്ന് പോയി നോക്ക്. അടിച്ചത് ബെല്ലല്ല, ലോട്ടറി. 10 ലക്ഷം മാരുതി കാർ. പോയി വാതിൽ തുറക്കടോ. നിങ്ങൾ ചില്ലിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പുറത്താണല്ലോ. നിന്റെയൊക്കെ പ്രശ്നം ഇനി ബാക്കിയുണ്ടാ? പോയി കേണല്ലോ വിളിക്കണോ വേലക്കാരാ? എന്താ വിളിച്ച? വേലക്കാരാന്ന്. എടാ 5 മിനിറ്റ് മുമ്പ് ഞാനൊരു ഇത്തിരി ബുദ്ധിശൂന്യത കാണിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് മൂക്കൊണ്ട് എന്ന് വരപ്പിച്ചാനെ. 2 എണ്ണം കൊടുക്കട്ടെ സാറേ. വട്ടാണോ? അതേടാ, എനിക്ക് വട്ട. അതുകൊണ്ടല്ലടാ അടിച്ചപ്പോ തന്നെ കത്തിച്ചത്. തലയ്ക്ക് സുഖമില്ലാത്തവനാ. ആർക്കാന്ന് പറയടാ? എന്താ വീണ്ടും വല്ല പഴയ പത്രവും തപ്പിയെടുത്തോ? അല്ല, ഒരു സത്യം അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന പെൺകുട്ടി സാറിന്റെ ആരാ? എന്റെ മകളാ. എന്താ വല്ല സംശയമുണ്ടോ? സംശയം ഇല്ലെങ്കിൽ ഇവന്മാർക്കിട്ട് ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അല്ലാന്ന് ഞങ്ങൾ അങ്ങോട്ട് ബോധ്യപ്പെടുത്തിയാലോ? എന്റെ ഭാര്യ പ്രസവിച്ച എന്റെ സ്വന്തം മോളാ ഇവള്. പച്ചക്കള്ളാണ് നിങ്ങൾ ഈ പറയുന്നത്. പോടാ, അനാവശ്യം പറയാതെ. ഇപ്പോഴെങ്കിലും ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞങ്ങൾ പോവാ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മോളുടെ യഥാർത്ഥ രൂപം ഒന്ന് വേണമെങ്കിൽ കണ്ടോ. ഞങ്ങൾ പറയുന്ന സത്യം ഒന്ന് സാറിന് അറിയാം. ഈ കുട്ടി എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. പോടാ. ഒന്നുമില്ല മോളെ, ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. ഞാൻ ആകെ പ്രാന്തി പിടിച്ച് നടക്കുമ്പോഴാ ഇവന്മാരുടെ ഓരോ തട്ടിപ്പും മത്തങ്ങി. ഇങ്ങനെ തന്നെ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. 10 ലക്ഷം ലോട്ടറി കീറൊക്കെ ഞാൻ കീറി കാട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ എന്താ ഇന്ന് മൊത്തടിയാണല്ലോ. ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചത്?
ഫോട്ടോ ഇവിടെ കീറിയിട്ടേനെ, ഞാൻ അത് പെറുക്കി എടുത്ത് കത്തിച്ചോളേ. പോയി വിളിച്ചോണ്ട് വാടോ അവന്മാരെ. ആരെ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ആ അവരെ. ഓ അതെ, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയി രണ്ടാളില്ലേ, അവരെ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ. ഇറങ്ങി പോടോ. കളിക്കരുതട്ടാ, എന്റെ സമനില തെറ്റിട്ടിരിക്കുന്നത്. ആ എത്തിയില്ലോ ഭാഗ്യരഥി പിള്ളേ. എന്തോ അപ്പൊ എത്തി. കടുങ്കാപ്പി ഒന്നുകൂടെ എടുത്തോളൂ. അപ്പോ എടാ അപ്പോ എണീക്കാൻ. ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സെത്രയായി? വയസ്സോ? അല്ല സമയത്രേ? മണി 7 കഴിഞ്ഞു. അയ്യോ തോട്ടത്തിൽ മരുന്ന് കളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. 2 ചാക്കുമുട്ട ഇറക്കിട്ടോ. നീ ഈ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ ആ 2 ചാക്കുമുട്ട ഇറക്കിട്ടെ. ഇതിന് ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ കൊള്ളാല്ലേ? ഇത് എന്റെ വീട് തന്നെ അല്ലേടാ, ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കൊടടാ. അങ്ങോട്ട് 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 എന്തീ കാട്ടണേ? കൊണ്ടുപോയി വെക്കടാ. അമ്മ വാ. ഓ അയ്യോ, ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടാ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലെ അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമോർമ്മ 2ാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അത് അവൻ വില തന്നു വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവനിത്തിരി നന്ദി കാണിച്ചാൽ നിനക്കെന്താടാ പന്നി ഇത്ര ദണ്ണം? പോയി മറ്റേ ചാക്കെടുത്തോടാ. എണ്ണയുടെയും കുഴമ്പിന്റെയും കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ഓർത്തു. മനഃപൂർവ്വം പറയാഞ്ഞതാ അപ്പോ. നീ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കണ കാണുമ്പോ എനിക്ക് സങ്കട. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ അമ്മയും അമ്മായിയും ഞാൻ 2ആയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. ആ അമ്മു സീതയ്ക്ക് എന്തി? അമ്മ ചേച്ചി 2 തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ. അതിപ്പോ നനച്ചിട്ടെന്തിനാ? അതിന് പൊന്നു വിളയോ? കിട്ടിയോ? ആ ചൊഴിയോ ലാച്ചയോ? അതൊന്നുമല്ല, ചുടിദാറാ. നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ വന്ന് മൂച്ച് കാണിക്കാനല്ലേ? അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി അറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നും അല്ല, ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി തന്നത്. ആരെങ്കിലും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിൽ ഇങ്ങനൊന്നും പറയരുത്. അപ്പോ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചുരിദാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ പറഞ്ഞ മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാണ്ട്. കട്ടവണ്ടി ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടുപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന്, നമുക്ക് 2 പേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല. ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പോ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാം. അവനാര് എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ട് പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്നെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്ക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ വന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യം നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി കൊണ്ടാ മതിയല്ലോ. മല്ലയാ ഞാൻ പോവേണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സത്യേക്കാൾ വലുതാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ? കത്കൊണ്ട ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദയോടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ, പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ആശാനെ എന്താടാ? കണിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കാണിച്ചൊരു വിരട്ട് തരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തങ്ങളെ കുറിച്ച് തന്നു. അതിന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. രാമകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും, നല്ല ചട്ട കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആന ബുദ്ധിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് യു. ഓക്കെ മൗലവി. കഴുത മുത്തശ്ശന്റെ ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. എന്റെ ഈശ്വര, ഇതെവിടുന്ന ഈ മണം? ആഹാ, അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. ചേട്ടാ, ഞാനൊന്ന് മുള്ളിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12 മുള്ളുണ്ടേ മുള്ളു. എനിക്ക് കിടന്ന് ഉറങ്ങണം.
ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യേറ്റു. ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികേച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്രമൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ നട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയ. രാമൻ ഇയാളുടെ... ഓ, ഞാനാണ് രാമൻ. അല്ല, ഞാൻ രാമൻകുട്ടിയെ മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ ഇവിടെ വന്നിരിക്കുന്നത്? രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം പോടാ. ഓ, കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നോ. ഒന്നാം മല കയറി പോകണ്ടേ, അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന്. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ, ഇനി നമുക്ക് സമയം കളയാണ്ട് ഇതാണ് അടി. ഒന്നാം മല കയറി പോകണ്ടേ. അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. മോള് വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോടി കവിത എടുക്കാൻ ആരാ പറഞ്ഞത്? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല, കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന്? മോള് വായിക്കും മോളെ. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. അയ്യോ, കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നിങ്ങൾ നടന്നു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മഹാകവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻവിഡിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീങ്ങി വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. ഏടാ ദശമുല കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ ബട വന്നു? നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡാക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ ಮಗನೇ. ബോംബ് വച്ചത് മാത്രമല്ല, കന്നഡയിൽ എന്തോ ഗൊത്താനാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു. മാറകാളെ, ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. ഐസ്ക്രീം
മാറി പോടാ, നിർത്തിക്കോ. ബോംബ് നിർത്ത്, ബോംബ് 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 ബോംബ്. മുതലാളി ഇറങ്ങി വന്നേ, എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. ശിവനേ! തലയിലേക്ക് ചാടലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ്. ചാടാൻ വേണ്ടി പല്ലയ്യാൻ വരുന്നുണ്ട്. പത്രകഞ്ഞി, ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനെ! മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം എന്ന ആളെ കൊല്ലാൻ നോക്ക. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യം ആ കഷ്ടത്തിലായ. എന്താ ഇറങ്ങുമ്പോ എന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ, അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ? വീട്ടിൽ പോടാ. അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനി ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ, ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാൾ ഗിഫ്റ്റ് വാങ്ങിട്ട് പോവൂ. അമ്മാവോ, അമ്മാവോ, ചെല്ല്. ഏരിയ വളരെ മോശമാ. അമ്മ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കി. ചെല്ല്. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ, വണ്ടിയിലോട്ട് കയറാൻ. അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ട് ചെല്ലി പോണം. വണ്ടി വിട. എന്താണോ പേര്? എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാരാ സർക്കസ് മാനേരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ കാണിക്കുന്നേ? ഇടോ. അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കും. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ. ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി?
24 വർഷമായി. 24 വർഷം. ഇളമേ 24 വർഷമായി വിഭാരിനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല. അപ്പോഴേക്കും അവര് പോയില്ലേ? ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ടിപ്പോ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. മനസ്സിലായി. ലീലാമേ FIR എഴുതിക്കോ. എക്സ്ക്യൂസ് മീ, എസ് ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ അത് ശരി. ആരോടത്തെ എസ് ഐ? മറിയാമ്മ സാറാ. ഓ മറിയാമ്മ. അല്ല അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേൾക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ടി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ് യൂസ് ചെയ്യും. ആക്ച്വലി ഐ മീൻ എന്താണോ പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. ദേ താൻ പണ്ടേ എസ് എൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ പോയിരിക്കണം. സോറി, കിളവൻ കേട്ട് ഞാൻ കണ്ട ഇമോഷണൽ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ? താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ. പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാണ്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല? ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കണൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, FIR എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടം ഒക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല, വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചേക്കാം. തുടങ്ങിക്കോ. നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണിയില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയം തുടങ്ങാം. 1 2. എന്റെ ബാത്റൂമിലെ ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല. ചേട്ടന്റെ ബാഗിലും മെഴുതിലുണ്ടാവോ? അതിന് കത്തിച്ചിട്ട് ഇല്ല. ചിരട്ട ഉണ്ടാവോ? അതിന് കത്തിച്ച് ആളിച്ചിട്ട്. എല്ലിയ കള്ളൻ മകൻ മുറുക. ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം. എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും. ഇവിടെ നിൽക്കണ്ട. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്. പ്രായമായ പെൺകുട്ടികളും കൊണ്ട് ആശാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ പറഞ്ഞു, മല്ലയ്യ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല. വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മല്ലയ്യക്ക് സന്തോഷമാവുള്ളൂ. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ? നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു ആന്തി മകനെ, നന്നെ ഞാൻ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് ക്രിമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റും. ശരി. അതെ, ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്ന തന്നെ ഞാൻ കൊല്ലും. ഇവിടെ അഹങ്കാര കട്ടാത്തൊന്നും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും വെള്ളം. നിനക്ക് ഡ്രൈവിങ്ങിനേക്കാൾ നല്ലത് കുക്കിംഗ്. എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്.
ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയാ. ഓ അത് നല്ല ഭയങ്കര ഉപ്പ്. ഏയ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോണ്ട് തിന്നോ നന്മകൻ. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം. അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുഴിക്കുക, കാണാനും മുഴിക്കുക. പിന്നെ വേറെ ചില ഹുടികൾ കുട്ടി കൊബ്ബയില്ല അഹങ്കാരം കുട്ടി കൂടെ ഇരിക്കും. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കൂത്തൊള്ളി വേണ്ട മല്ലയ്യ. നീ എന്താടാ എഡ്മിട്ടെ? വയറ് നിറഞ്ഞു. നിറഞ്ചാ മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ. എന്തേ? അല്ല, ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്കാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ. മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ പെൺകുട്ടികളുള്ള വീടാ. ഇങ്ങനെ റോന്ത് വിറ്റി കിടന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങും. നമുക്ക് നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മൾ എന്തോന്ന് കാമുകന്മാരാ? എനിക്ക് ഉറക്കം വരുന്നു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങണം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്തി കാണിക്കുന്നേ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിന് പൂട്ടാൻ പറ്റില്ല. നീ എഴുന്നേര് നടന്നാൽ എനിക്കറിയൂ. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു? കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എഴുന്നേറ്റ് നടന്നാൽ ഞാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറ താഴും താക്കോലിട്ട് ഇറങ്ങിക്കോ. എന്ത് കണ്ടാലും പൂട്ടാൻ. ശവം. മല്ലയ്യ എവിടെ ഒന്ന് വിളിക്കുന്നു? കള്ള കുടുക. എന്താ? മുരുകൻ. മുരുകനല്ല, ശ്രീകൃഷ്ണ. സോറി. എന്താ? സോറി. രാമ, മാലയോ പോയി. ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട. കണ്ണട അടച്ചു. അതല്ലടാ, പൊട്ട. പൊട്ടോ? സാറിനെന്തിനാ പൊട്ട്? പൊട്ടല്ലടാ, പൊട്ട. കണ്ണട അടച്ചല്ലോ. എന്നെ ഒന്ന് അങ്ങനെ എടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. ഒറ്റ കീറി വെച്ചെന്നാലുണ്ടല്ലോ. എടാ മരത്തലയാ, എന്റെ കണ്ണട ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചത്. ഓ അതാണോ? എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാർ എന്നെ പിരിച്ചു വിട്ടാലും വേണ്ടൂല. ഇനി പിങ്കക്കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്തും നിലവിളി. ഒരു പിങ്കി ഷോ. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി. എലിവിഷത്തേക്കാൾ വലിയ വിഷമാണ് അവരുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാണ് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറിയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂച്ചക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത. ഞങ്ങൾ ഇന്ന് വിജയകരമായ 50ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി.
എടോ, ഇങ്ങോട്ട് ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്ക്. സത്യം അറിയില്ലമ്മേ. അറിയില്ലല്ലേ? പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് എന്റെ മാല. മാലയോ? ആ, അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ. ഓ, ആശ്വാസായി. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായിരുന്നില്ലടി കാന്താരി. ഈ പള്ളി തന്നെ ഇറങ്ങണ ഇവിടുന്നു ഒരു പല്ലംഭാവിന് കൂടുതലൊന്നും പറയണ്ട. അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, സാറ് നിർബന്ധിച്ചിട്ടാ. ചുമ്മാന്നല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാള കളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ TV കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം. TV കണ്ടുപിടിച്ചവനെ വേണം ആദ്യം കൊല്ലാൻ. മസ്തിക്ക് പാഠശാല. എന്താ എന്റെ ഷോ വെക്കാതിരുന്നത്? ഓഹോ, പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും. അതെ, ഞാൻ തന്നെ ഓഫ് ചെയ്തത്. നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ TVയിൽ ഉണ്ടായിരുന്നത്. കണ്ട അലവലാതി സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യനെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. മെയിൻ സാബിനോട് ഞാൻ എന്നും പറയാറുള്ളതാ, എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട്. അല്ലേ മുത്തശ്ശ? പട്ടാള നിയമം അടിച്ചേൽപ്പിക്കരുത്. എനിക്കിഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു. എൻ വഴി താൻ ഈ വഴി. അല്ലെങ്കിലും നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും. എൻട്രൻസ് പാതിയിൽ നിർത്തി. ചേർന്ന കോളേജിലെല്ലാം പ്രശ്നക്കാരി. നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർത്ഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. രാജലക്ഷ്മി, എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ? താൻ തോന്നി. അതെ, താൻ തോന്നി, തന്നിഷ്ടക്കാരി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടല്ലോ എന്റെ പേര്. നീ അകത്ത് പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയല്ല കുറ്റം. നീ ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, അകത്ത് പോയേ. രണ്ടെണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യാനാ? അതിന്റെ സമയം അത്രയ്ക്ക് മോശ. ജോത്സ്യൻ തന്നെ പറഞ്ഞതല്ലേ. സമയദോഷത്തിന്റെ പേരും പറഞ്ഞു വല്യമാമ തന്നെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നിഷേധിക്കുന്നില്ല. ഇത്തിരി ശാസനയുടെ കുറവുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം. എടി പിങ്കി, പിങ്കി, നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. എവിടെ അവള്? നിന്നെ ഞാൻ ഇന്നും. പിങ്കി, സുഖല്ലേ? എന്റെ മാല എവിടെ? കേട്ടില്ലേ കോട്ടയത്തിന് കോട്ടപ്പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെങ്കടിക്കാൻ പോയി. മാല കേട്ട് വന്നു, കോട്ട വാങ്ങി വന്നു. മാല വേണോ കോട്ട വേണോ? രണ്ടും. ആദ്യം കോട്ട പിന്നെ മാല. ഓക്കേ. ഈ പട്ടാളവും കലയും തമ്മിൽ ചേരില്ല മുത്തശ്ശ. കണ്ടില്ലേ, ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ. വേണേ കൊണ്ട് ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ? അസൂയ, പെരുന്തച്ചൻ സിൻഡ്രം. നീ എടുത്തൊഴിക്കടി. കപ്പ് നിറഞ്ഞില്ലേട്ടാ. ഇത്തിരി നിറഞ്ഞ മതിട്ടോ. വെള്ളം അധികം വേണ്ട, വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ. മതി മതി. മോളെ ഇങ്ങോട്ട് വന്നേ. നീ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം? അല്ല, ദേ ഈ നിധിവേളത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം? പിന്നെ എനിക്കെന്താ ഇവിടെ ഒരു പിടിവള്ളി? അത് ശരി, എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലേടി കാന്താരി? നിനക്കൊരു ക്ഷീണമില്ല. കുടിക്കാൻ വരട്ടെ? അല്ല മുത്തശ്ശ, ഡയബറ്റീസ് വേണ്ട. പിന്നെ കൊളസ്ട്രോൾ കിട്ടിയില്ല. ഓ, അപ്പൊ പ്രഷറോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. നേരാ നേരം മരുന്നും പത്തിയും നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹമായത്. ഓർമ്മ വേണം. എടി, വയസ്സ് നമ്മുടെ കയ്യിലല്ല, പക്ഷെ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അയ്യോ, ക്യാൻസർ തന്നില്ല. വലിച്ചാട്ടേ. വലിപ്പിക്കാൻ വരട്ടെ. എവിടെ എന്റെ മാല? ഞാനത് ടിവിയിൽ കണ്ടു. അമ്പടി കള്ളി. എന്താ ഇത്? മുത്തശ്ശന്റെ തല പോലെ ഉള്ള പൊള്ളയായതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല. അപ്പൊ എന്റെ മാലയോ? പാവം, ഏതോ തട്ടാന്റെ ഉമിത്തിയില് അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും. അമ്പടി, അപ്പൊ നീ അത് വിറ്റുവല്ലേ? హలో ఈ పచ్చగారు నమస్కారాలు బాగున్నారా? నేను బిజినెస్ కోసం చెప్పు. സോറി ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടായി തെലുങ്ക്. ഈ പച്ചന എന്നെ മനസ്സിലായില്ലായോ? എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദിമൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ?
അവിടുത്തെ ചത്തുപോയൊരു നേതാവിന്റെ 2ാം ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. കച്ചവടം വല്ല പെൺവാണിവോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി, ബ്ലാക്ക് മണി. ഓ ഉണ്ട, അങ്ങനെ പറ. ഉണ്ടയോ? ആ, ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. ആഹാ, 2 ഉണ്ട ഇവർക്കുണ്ട്, മൊത്തം 40 ലക്ഷം. ഞാൻ അവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത് ഉണ്ട 4 പെട്ടിയിലോട്ടിട്ട് എന്റെ കമ്മീഷൻ ഇങ്ങതാച്ചായ. കമ്മീഷനൊക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവരാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. 2 പേരും തമിഴ്നാട്ടുകാരാ. ഇവര് വന്ന് കുപ്പത്ത് രാജ MLA. ആനാ മാവട്ടം ചൊല്ല മാട്ടെ, സീക്രട്ട്. ആ പിന്നെ നഹക്കട നാദമുനി ചെട്ടിയാരെന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം. ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. വിഷയത്തെ പറ്റി ഇപ്പൊ ചായ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ, ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടായോ? എന്നതാ ഉരുപ്പടി? തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അയ്യോ, എമ്പടി കാണുമായിരിക്കും. എമ്പടി ഒന്നുമില്ല, ഒരു 10-20 കിലോ കാണും. എന്റെ പരുമല തിരുമേനി, ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. സത്യനാരായണൻ ഇവിടെ നിൽക്കൂ. സാർ പെട്ടി അങ്ങ് തുറന്നാട്ടെ, തൂക്കി നോക്കി ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വരും, ഒരിക്കൽ ഇവിടെ ഉണ്ടാവും. ഉണ്ട ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. പെട്ടി അങ്ങ് തുറന്നാട്ടെ. അയ്യോ, എന്നതാ ഇത്? അരിയുണ്ടയോ? താക്കോലോ? എന്താ ഇത്? അപ്പൊ നിങ്ങൾ ഉണ്ടയിടാൻ വന്നവരല്ലയോ? ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാനാണ് ഞങ്ങൾ. അയ്യോ, നിങ്ങൾ പോലീസുകാരാണോ? അല്ല, പട്ടക്കാരാ. എന്താ, തനിക്ക് കുമ്പസാരിക്കണം? ബോംബ് പൊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത്. ഈ പച്ചൻ ഓർമ്മ വരുന്നില്ല. അബൂട്ടിയെ ഇല്ല, ഉപദ്രവിക്കില്ല, പക്ഷേ സഹകരിക്കണം. എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക് വേഗം. അതിനകത്തുള്ളത് മുഴുവൻ എടുത്തു. അതെല്ലാം ഇങ്ങ് എടുക്കട്ടോ. ഡോക്യുമെന്റ് തിരുമുൽപ്പാടിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് റോയൽ പർച്ചേസ്. ഈ ഫ്ലോപ്പി ഡിസ്കിന് പല കഥകളും പറയാനുണ്ടാവും സാർ. ഉണ്ടാവും സാർ, ഒരു ലെറ്റർ. പവർ ഓൺ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ. ഫീ ഫോർ സർവീസ് ₹7 lakhs. തിരുമുൽപ്പാട് എന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നത്? അദ്ദേഹം പടക്കം മുട്ടി ചത്തതിന്റെ 2 ആഴ്ച മുമ്പ്. നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത്? ഈ ഉരുപ്പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം. 3 ആഴ്ച കഴിഞ്ഞ് 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടയിടാമെന്ന് പറഞ്ഞു പോയതാ. വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹം പടക്കം പൊട്ടി ചത്തത്. അബൂട്ടി, ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളുക. ആ പിന്നെ, ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അകത്ത് കിടന്ന് അന്ന് തൊട്ട് ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട തന്നെ മുടിയൊക്കെ കൊയ്യല്ലേ, ഉപയോഗം വരും. ഇരിക്കട്ടെ. അന്റെ ഒരു എൽബോഡി ആളെ കൊല്ലാനുള്ള ലൈസൻസ് എന്റെ. അടച്ചോനെ, ആ സൈക്കിളാന്റെ ഒപ്പം കൈ കൊണ്ട് എന്റെ പുറന്ന് തൃശ്ശൂർ പൂരാവുമല്ലോ. കൊടം പൊട്ടിയില്ലേ? മണ്ണാണീ പൊട്ടു. മേലോട്ട് നോക്കി നടക്കുമ്പോൾ ആലോചിക്കണേ, ഇതിന്റെ 1ാം സമ്മാനാ. ഇതിന് വല്ല കേട് പറ്റാൻ നീ വായിച്ചു തരും. ഇന്നലെ വൈകിട്ട് വരാന്ന് പറഞ്ഞാലോ. സംഗതി നീ ബേജാറാവണ്ട, നിനക്ക് കുടം കിട്ടിയാ പോരെ. ഇന്നാ 1 or 2 കുടമണി വാങ്ങിച്ചോ. എന്ത് പറ്റിയ മണി? ഒന്നുമില്ല, ആഴ്ചക്ക് ഒരു 8-10 കുടം മേടിച്ചാലും പൊട്ടിക്കുന്നേ. എത്ര പറഞ്ഞാലും കേൾക്കൂല, ചെറുതല്ലേ. അമ്മടി പോ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ആ രാജപ്പേട്ട സ്ഥലമുണ്ട്. അബോ, നേരത്തെ ആണല്ലോ. ഇന്ന് പടം മാറല്ലേ? ആരണ്യ സുന്ദരി, നല്ല കോളാ. എവിടെ നമ്മളെ 2ാം സമ്മാനം? ഇല്ലടോ, അത് റിപ്പയർ കൊണ്ട് പോയി. ചതിച്ചോ? അവനെ നമ്മളെ കടന്റെ ആകെയുള്ള ഒരു അൾട്രേഷൻ 2-in-1 ടാപ്പ് റിക്കാർഡ്. വേറെ ഏതെങ്കിലും വരട്ടെ, അപ്പൊ തരാം. ഇന്ന് ഈ TV ആക്കിയാലോ? ഇവനെ ഞാൻ 1ാം സമ്മാനാക്കും. അതിലൊന്നും കയറി പിടിക്കാതെ രാവിലെ റിപ്പയർ കൊടുക്കാനുള്ളതാ. കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ 2 ആഴ്ച പിടിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ അല്ലേ. ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാൻ വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞെങ്കിൽ
വാടകന്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കണ്ട. ഇത് അഡ്വാൻസ് പിടിക്കും. പോരാ, സാധനം ടിവിയാ. താൻ കുറെ രൂപ ഉണ്ടാക്കും. എവിടെ ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ത്രാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ. തുറക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. രാജപ്പൻ ചേട്ടന്റെ ഒരു ഗൗരവം 25 ഉണ്ട്. ആർക്കും വെക്കാം കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ 20. കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ. വരൂ, കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ. ടിവിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം നമുക്ക്. ഒരു പ്രത്യേക ഒന്നാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. ടിബി. വരക്കല്ല ഹമാറ ജെയിംസ് വരക്കും. നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും. ഇക്കാക്ക് അത് പറയാം. കൂകി ഞമ്മക്ക് ടിബി പിടിച്ചെന്നാ തോന്നണത്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ചെന്നല്ലോ. വിളിച്ചു കൂടാ. ടിവി വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, ആണിനും വെക്കാം, പെണ്ണിനും വെക്കാം. ഒന്നാം സമ്മാനം ടിബി. വെച്ചോളി, ധൈര്യമായിട്ട് വെച്ചോളി. നിങ്ങൾക്ക് അടിക്കുന്ന മുഖം പറയണ്ടല്ലോ. സഹോദരന്മാരെ, ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ. ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു. ബേ രാജാ, ബേ അങ്ങനെ ബേ. നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്കും അടിച്ചില്ല. അടിച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. സുകുമാരക്കുറുപ്പ് 9ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത്. ബേ രാജാ, ബേ. ഇതാ ഒരു ഭാഗ്യവാൻ. 3 മുട്ടുസൂചി സമ്മാനം. പിടി. 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം. ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടിവിയിലോ എത്തും. അതാണ് അബൂ ലക്കി സെന്ററിന്റെ ഒരു അൾട്രേഷൻ. നീ വാടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളിപ്പീരാങ്ങി. ഇക്ക, ഇന്ന് നല്ല കോളാണല്ലോ. എനിക്കൊരു 5 രൂപ. 10 പൈസ പണി തീരാതെ തരൂല. തന്നാ നീ മുങ്ങൂലുക്ക. ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ്. എടാ, നിന്റെ ഒക്കെ പ്രായത്തില് ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം നിലയിൽ എത്തിച്ചേ. എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോര്. വേഗം പോയി വാന്ന്. സിനിമ വിട്ട്. പോലീസോ? ഇല്ലിക്ക, സിനിമ വിട്ടെന്ന്. ഇക്കക്ക് എപ്പോഴും പോലീസ് എന്നുള്ള ഒറ്റ പേടിയേ ഉള്ളൂ. എനിക്കല്ല, നീ വിളിച്ചു കൂടാ. വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ഒന്നാം സമ്മാനം ടിവി, 2ാം സമ്മാനം സൈക്കിൾ. വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളൂ. ആരും അടിച്ചേക്കണ്ട, ധൈര്യമായി വെച്ചോളൂ. അബൂ ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, 1ാം സമ്മാനം ടിവി, 2ാം സമ്മാനം സൈക്കിൾ. ബേ രാജാ, ബേ. ധൈര്യമായിട്ട് ബേ. താനിങ്ങോട്ട് മാറിക്കേ, ഞാനൊന്ന് കറക്കി നോക്കാം. എന്താ പറഞ്ഞേ? ഞാൻ കറക്കാൻ. സുയിപ്പാക്കരുത്. നിങ്ങൾ കറക്കിയാൽ നമ്മൾ ആകെ കറങ്ങിപ്പോവും. ബേജാറാക്കണ്ട. നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ വേഗം സ്ഥലം വിട്ടോളി. മാറണോ? ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ. താമര 2ാം സമ്മാനം സൈക്കിൾ അടിച്ചിരിക്കുന്നത്. അല്ല, അയക്കരുത്. ഞാൻ ചവിട്ടാൻ നീങ്ങൂല. ഞാനത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ്. ഇവൻ തട്ടിപ്പ വിടരുതവനെ. എടുക്കടാ കാശ്. ആശാനെ, പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങിയില്ലേ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അടിക്കാം. അടി. ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത, എങ്ങോട്ടൊരു സർക്കിട്ട്? എടാ, നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് എടാ ഭരത, നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷാർട്ടാവും? പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. തല്ലി ഇറങ്ങിയവ. ഈ പേങ്ങൻ ക്ലാർനെറ്റ് വായിച്ചിട്ട് എന്ത് കോമഡി കിട്ടാനാ? ഈ ആഴ്ചത്തെ പരിപാടി ചീറ്റി പോവോ? ഏയ്, ഒന്ന് സമാധാനിക്കേ. എന്തെങ്കിലും കാണാതെ നമ്മൾ ഇയാളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോ?
ഈ മണ്ടൻ അറിയാതെ ക്ലാർനെറ്റിന്റെ അകത്ത് കടലാസ് ചുരുളുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുക. റിയലി? ഇങ്ങനെ ഒരു അവസരം തന്ന ക്ലബ്ബ് ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യമേ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. സമയം കളയണ്ട, തുടങ്ങിയാട്ടെ. കോലക്കുഴൽ വിളി കേട്ടു എന്ന പാട്ടാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ആരാ ഗുരു? കിടങ്ങറ വേലുപ്പണിക്കരാ. ഇങ്ങനെ വായിക്കാനാണോ ഗുരു പഠിപ്പിച്ചു തന്നത്? ഇല്ല, രാവിലെ വായിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വായിച്ചോ. നേരത്തെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നതാ, ഇപ്പൊ സ്വരസ്ഥാനങ്ങളൊക്കെ തെറ്റി. ആ കോലക്കുഴൽ ഒന്നുകൂടെ ഒന്ന് വായിക്കൂ. അയ്യോ, കണ്ടോ എങ്ങനെയുണ്ട്? ഈ ജ്ഞാനശീലം തപ്പിയെടുത്തതേ ഞാനാ. ആണോ? ആ, അടുത്ത ആഴ്ച തന്റെ ഉഴവാ. അയ്യോ, ഇതുപോലുള്ള വിഡ്ഢികളെ ഞാൻ എവിടെ പോയി തപ്പും? അതിനെക്കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കണ്ട. ഇത്തരം സാമ്പിളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ല.